പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. ഇദ് തസ്തഈസൂന റബ്ബകും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മുബീന നിലമ്പൂർ. ഇന്നത്തെ നമ്മുടെ വിഷയം ബദർ യുദ്ധമാണ്. ഇൻഷാ അള്ളാഹ്. നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ യുദ്ധമാണ് ഹിജ്റ 2-ാം വർഷം റമദാൻ 17 നടന്ന ബദർ യുദ്ധം. മദീനയിലെ മുസ്ലിങ്ങളും മക്കയിലെ ഖുറൈശികളും തമ്മിലുള്ള ഒരു വൻ പോരാട്ടം. മദീനക്ക് തെക്ക് പടിഞ്ഞാറുള്ള ബദർ എന്ന പ്രദേശത്തായിരുന്നു കൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത്. മുസ്ലിം സൈന്യത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുറൈശി സൈന്യത്തിന് നേതൃത്വം നൽകിയത് അബൂജഹലും. മുസ്ലിങ്ങൾ 300-ൽ പരം ആളുകളും കുറഞ്ഞ ആയുധബലവും, ഖുറൈശികൾ 1000-ലധികം ആളുകളും നല്ല ആയുധബലവും. മദീനയിലേക്ക് പലായനം ചെയ്ത മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ ഖുറൈശികൾ അവരുടെ വീടുകൾ കൊള്ളയടിക്കുകയും ആക്രമിക്കുകയും അവരുടെ വീട്ടുകാരെ പുറത്താക്കുകയും ചെയ്തുകൊണ്ട് കൈവശപ്പെടുത്തിയിരുന്നു. ഈ സ്വത്തുക്കളെല്ലാം കൊണ്ടാണ് അവർ യുദ്ധത്തിന് പുറപ്പെട്ടത്. ഖുറൈശികളുടെ ഒരു കച്ചവട സംഘത്തെ തടയാൻ പോയ മുസ്ലിങ്ങളെ നേരിടാൻ മക്കയിൽ നിന്നും വലിയൊരു സൈന്യം പുറപ്പെടുകയായിരുന്നു. നമുക്കറിയാം, ബദർ യുദ്ധം എന്നാൽ തൗഹീദും ശിർക്കും തമ്മിലുള്ളൊരു പോരാട്ടമായിരുന്നു. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന ആദർശത്തിൻ്റെ വിജയമാണ് ബദർ യുദ്ധം. അള്ളാഹുവിനോടും അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് ഔലിയാക്കോടും പ്രാർത്ഥിച്ചിരുന്ന അബൂജഹലും അനുയായികളും ഒരു ഭാഗത്തും, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന വിശ്വാസം മുറുകെ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മറുഭാഗത്തും അണിനിരുന്നതായിരുന്നു ബദർ യുദ്ധം. തൗഹീദും ശിർക്കും തമ്മിലുള്ള ഒരു വൻ പോരാട്ടം. ബദരീങ്ങളുടെ പാത പിൻപറ്റി അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് ജീവിതം മുന്നോട്ട് നീക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ഞാൻ ഈ വേള ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ബദർ യുദ്ധം നമ്മോട് പറയുന്നത്? നമ്മുടെയൊക്കെ ജീവിതത്തിലും ചെറിയ ചെറിയ ബദർ യുദ്ധങ്ങൾ ഉണ്ടാവാറില്ലേ? അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? വിശ്വാസത്തിലെ വിശുദ്ധിയും ആദർശത്തിലെ അർപ്പണ ബുദ്ധിയും കൈമുള്ളവർക്ക് സൃഷ്ടാവിൻ്റെ സഹായം സമീപസ്ഥമാണ്. അതിനുള്ള അർഹത നാം സ്വയം നേടണം. ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും വിശ്വാസം കൊണ്ട് എല്ലാം അള്ളാഹുവിൽ തവക്കൽ ചെയ്യണം. ബദറിൻ്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന് തട്ടം തോളിൽ നിന്ന് വീണപ്പോൾ അതെടുത്തുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആശ്വസിപ്പിക്കുകയാണ്. അള്ളാഹുവെ, നീ എന്നോട് വാഗ്ദാനം ചെയ്ത് നിറവേറ്റി തരണമേ. അള്ളാഹുവെ, ഇസ്ലാമിലെ ഈ ചെറിയ സംഘത്തെ നശിപ്പിക്കുകയാണെങ്കിൽ ഭൂമിയിൽ നീ ആരാധിക്കപ്പെടുകയില്ല. അപ്പോൾ ഞാൻ മുകളിൽ ഓതി കേൾപ്പിച്ച ആയത്ത് സൂറത്തുൽ അൻഫാലിലെ 9-ാമത്തെ ആയത്ത് ഇറങ്ങി. ബദറിൽ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം ഓർക്കുക. തുടരെയായി 1000 മലക്കുകളെ അയച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സഹായം നൽകുന്നതാണ് എന്ന്. ഇതാണ് മുസ്ലിങ്ങൾക്ക് അള്ളാഹു നൽകിയ സഹായം. അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ചുകൊണ്ട് മാത്രം ജീവിച്ചവർക്ക് അള്ളാഹുവിൽ നിന്നും നൽകിയ സഹായം. ഇങ്ങനെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.